ആലപ്പുഴ ജില്ലയിലെ മുട്ടത്ത് സ്കൂട്ടർ യാത്രക്കാരിയെ ബൈക്കിടിച്ച് വീഴ്ത്തി ആഭരണങ്ങൾ കവർന്ന കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. തിരിച്ചറിയാതിരിക്കാൻ യുവതി ആൺവേഷം കെട്ടിയാണ് ഭർത്താവിനൊപ്പം മോഷണത്തിനെത്തിയത്. മെയ് 25-നായിരുന്നു കവർച്ച. ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന ഹരിപ്പാട് മുട്ടം സ്വദേശിനിയായ ആര്യയെ പാടത്തിന് നടുവിലൂടെയുള്ള NTPC റോഡിലെത്തിയപ്പോൾ ഒരു ബൈക്ക് പിറകിൽ നിന്ന് ഇടിച്ചു തെറിപ്പിച്ചു. റോഡിലേക്ക് വീണ യുവതിയെ ബൈക്കിലെത്തിയവർ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആദ്യം സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ബൈക്ക് യാത്രയിൽ ഒരാൾ ആര്യയുടെ കാലിലെ പാദസരം പൊട്ടിച്ചെടുത്തു. അപകടം മനസ്സിലാക്കിയ യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലം പ്രയോഗിച്ച് മാലയും മോതിരവും ധരിച്ചിരുന്ന മറ്റു ആഭരണങ്ങളും കവരുകയായിരുന്നു. വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ പുറകിനൊരു വണ്ടി വന്നപ്പോൾ ഞാൻ കണ്ണാടിയുടെ ഗ്ലാസ്സിനകത്തൂടെ ഇങ്ങനെ നോക്കി. അടുത്ത് വന്ന് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കിയതും നോക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ പുറകെ കൊണ്ടുവന്ന് ഇടിക്കുമായിരുന്നു. 2 കാലിലെ പാദസരം ഉണ്ടായിരുന്നു. കൈ കിടന്ന ചെയിനും വലിച്ചു പൊട്ടിച്ച് കയ്യിലെല്ലാം അള്ളുകയും ചെയ്തു. എന്നിട്ട് അവർ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയും ചെയ്തു. നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും സ്വർണം വിറ്റ് പ്രജിത്തും ഭാര്യ രാജിയും തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കരുവാറ്റയിലുള്ള വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കരിയിലക്കുങ്ങര പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. തിരിച്ചറിയാതിരിക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനുമായി ആൺവേഷത്തിലായിരുന്നു പ്രതി രാജി കവർച്ച നടത്തിയത്. ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, ആലപ്പുഴ.